നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വയറിലെ മസിൽസ് ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സർസൈസാണ്. അപ്പോൾ ഇത് പാദചക്രാസനം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നമ്മൾ കാല് ഉയർത്തുമ്പോഴേ കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുന്നു, ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുന്നു. കാല് താഴ്ത്തി വരുമ്പോഴത്തേക്കും ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ പത്തി കൂർപ്പിച്ച് പിടിച്ചിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. അതായത് മുകളിലൊരു ഹാഫ് സർക്കിൾ, താഴെ ഒരു ഹാഫ് സർക്കിൾ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നടുവേദന ഉള്ളവർ, അതുപോലെ തന്നെ ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവർ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരു എക്സർസൈസാണിത്. അപ്പോൾ ഇതുപോലെ മലർന്ന് കിടക്കുക. നമ്മൾക്ക് കൈകൾ ഇരുവശങ്ങളിൽ ഇതുപോലെ കമഴ്ത്തി വയ്ക്കുക, അല്ലെങ്കിൽ ബട്ടക്സിന് താഴെയിട്ട് കൊടുക്കാം, ഒരു സപ്പോർട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ശവാസനത്തിൽ ചെയ്യുന്ന പോലെ ഇതുപോലെ കൈകൾ ചുമ്മാ തളർത്തിയിടുക. ഞാനിപ്പോൾ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാൽപ്പത്തിൽ ചേർത്ത് വെച്ച് കാൽപ്പത്തി ഫ്ലെക്സ് പിടിച്ച് ശ്വാസം എടുത്ത് കാല് ഇതുപോലെ ഒന്ന് ഉയർത്തി, ഇതിൻ്റെ ഇടതുവശത്തോടെ ഉയർത്തുന്നു, നേരെ വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു, കാലിൻ്റെ പത്തി കൂർപ്പിച്ച് പിടിക്കുന്നു, താഴ്ത്തുക, എന്നിട്ട് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ദെൻ ശ്വാസം എടുത്ത് കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കുന്നു, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു, ശ്വാസം വിട്ട് ച്യൂ, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. അപ്പോൾ നമ്മൾ 3 ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ തന്നെ 3 ചെയ്യണേ. ഇതുപോലെ കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്ത് കാൽപ്പത്തി ഫ്ലെക്സ് പിടിച്ച് ഉയർത്തുന്നു, ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് 1, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ദെൻ റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മളൊരു 3 തവണയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ദിവസം 5 തവണയാക്കി ഉയർത്താൻ ശ്രമിക്കുക. മൂന്നാമത്തെ ദിവസം നമ്മളതൊരു 8 തവണയാക്കി ചെയ്യുന്നു. നാലാമത്തെ ദിവസം അതൊരു 10 തവണയാക്കി ചെയ്യുന്നു. ദെൻ ഈ 10 തവണ എന്നുള്ളത് നമ്മൾ 2 ആഴ്ചത്തേക്ക് ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം വീണ്ടും 13 തവണയാക്കുക, 15 തവണയാക്കുക, അങ്ങനെ ഗ്രാജ്വലി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.